നിങ്ങൾ ന്യൂസിലാൻഡിൽ വന്നിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഫ്രീ റെൻ്റൽ കാറ് നിങ്ങൾക്കപ്പോൾ വന്നിറങ്ങിയ എയർപോർട്ടിൽ നിന്ന് ഓക്ലൻഡിൽ നിന്ന് നിങ്ങൾക്ക് വെല്ലിംഗ്ടണോ ക്രൈസ്റ്റ് ചർച്ചോ ഒക്കെ പോകണമെങ്കിൽ ഒരു ഫ്രീ റെൻ്റൽ കാർ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ന്യൂസിലാൻഡിൽ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് ന്യൂസിലാൻഡിൽ നിന്ന് വെല്ലിംഗ്ടണിലേക്കോ ക്യൂൻസ് ടൗണിലേക്കോ അല്ലെങ്കിൽ ക്രൈസ്റ്റ് ചർച്ചിലേക്കോ ഒരു ട്രിപ്പ് പോകണമെങ്കിൽ 4-5 ദിവസത്തേക്ക് ഒരു ഫ്രീ റെൻ്റൽ കാർ, അതും ഫെറി ഇൻക്ലൂഡഡ് ഫുൾ ടാങ്ക് പെട്രോൾ, ഇതും ഫ്രീ ആയിട്ട്. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? ഇതൊരു സ്വപ്നമൊന്നുമല്ല, ഇത് ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ന്യൂസിലാൻഡിൽ എങ്ങനെ ഒരു ഫ്രീ റെൻ്റൽ കാർ ഒപ്പിക്കാമെന്നുള്ളതാണ്. ഇതൊരിക്കലും ഒരു തട്ടിപ്പല്ല, ഇതിൻ്റെ അകത്ത് ഹിഡൻ ചാർജസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ആ കൂടി ചിലപ്പോൾ എക്സ്ട്രാ വരാൻ പോകുന്നത് നിങ്ങളെടുക്കുന്ന ഡേയ്സിന് നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. അത് $20 $25 ഒക്കെയാണ് വരുന്നത്. തികച്ചും ഫ്രീ ആണ്. അപ്പോൾ എന്താണ് ഡീറ്റെയിൽസ് എന്ന് ബാക്കി ഞാൻ സ്ക്രീനിൽ അത് കാണിച്ചിട്ട് വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ ഗൂഗിളിൽ transfercar.co.nz എന്ന് അടിച്ചിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ അത് ആദ്യം തന്നെ വരുന്ന ട്രാൻസ്ഫർ കാർ എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് വരുന്നുണ്ട്, transfercar.co.nz. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു സൈറ്റിലേക്കാണ് നിങ്ങൾക്ക് പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ 217 കാറുകൾ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ടോട്ടലി ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ പിക്കപ്പ് ലൊക്കേഷൻ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ലൊക്കേഷനിലേക്കാണ് വേണ്ടതെന്നുള്ളത് സെർച്ച് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ വ്യൂ ഓൾ ലിസ്റ്റിങ്സ് കൊടുക്കാം. അപ്പോൾ ഓൾ ലിസ്റ്റിങ്സ് കൊടുക്കുമ്പോൾ SUV, ഒരു BMW SUV 3 ദിവസത്തേക്ക് വെറും $5 ആണ്. പിന്നെ നിങ്ങൾക്ക് ഇനി വലിയ വണ്ടി വേണമെങ്കിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ക്രൈസ്റ്റ് ചർച്ച് എയർപോർട്ടിൽ നിന്ന് ഓക്ലൻഡ് വരെ 4 ഡേയ്സിന് ഫ്രീ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് താഴേക്ക് നോക്കുമ്പോൾ ക്രൈസ്റ്റ് ചർച്ച് എയർപോർട്ടിൽ നിന്ന് ഓക്ലൻഡിലേക്ക് 4 ഫ്രീ ഡേയ്സ്, അങ്ങനെ കുറേ ലിസ്റ്റിങ്സ് ഉണ്ട്. 217 ലിസ്റ്റിങ്സ് ഉണ്ടെന്ന് നേരത്തെ നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പിക്കപ്പ് ലൊക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഓക്ലൻഡിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ ക്യൂൻസ് ടൗൺ പോകണമെന്നുണ്ടെങ്കിൽ നേരെ ക്യൂൻസ് ടൗൺ ക്ലിക്ക് ചെയ്യുക, സെർച്ച് ചെയ്യുക. അപ്പോൾ ക്യാമ്പർ വാൻ 2 അവൈലബിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. അല്ലാതെ വേറെ എക്സ്ട്രാ കാർസ് ഒന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. പക്ഷെ ജസ്റ്റ് നമുക്ക് ഓക്ലൻഡിൽ നിന്ന് ക്രൈസ്റ്റ് ചർച്ച് സെർച്ച് ചെയ്ത് നോക്കാം. ക്രൈസ്റ്റ് ചർച്ച് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മോട്ടോർ ഹോം ഉണ്ട് 4 ഫ്രീ ഡേയ്സ്. മോട്ടോർ ഹോം ഉൾപ്പെടെ ഫ്രീ ഉണ്ട് കേട്ടോ. നമുക്ക് കാർ മാത്രമല്ല, മോട്ടോർ ഹോം ഉണ്ട്. ഓക്ലൻഡ് എയർപോർട്ടിൽ നിന്ന് ക്രൈസ്റ്റ് ചർച്ച് എയർപോർട്ടിലേക്ക് 4 ഫ്രീ ഡേയ്സ്. ഇനി നമുക്ക് ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് മൊത്തത്തിൽ ഡ്രോപ്പ് ഓഫ് ലൊക്കേഷൻ സെലക്ട് ചെയ്യാതെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 5 റീലൊക്കേഷൻ കാറുകളുണ്ട്, ക്യാമ്പർ വാനുകളുണ്ട്, SUV ഉണ്ട്. ഇതൊക്കെ ഫ്രീ ആണ്. പല ലൊക്കേഷനുകളിലേക്കായിട്ടാണ്. ഓക്ലൻഡ് എയർപോർട്ടിൽ നിന്ന് പിക്ടണിലേക്ക് ഉണ്ട്, ഗ്രേമൗത്തിലേക്ക് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അത്യാവശ്യം മേജർ ലൊക്കേഷനിലേക്കൊക്കെ ഉണ്ട്. എല്ലാ ലൊക്കേഷനിലേക്കും എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് റെൻ്റൽ കാറുകൾ, ന്യൂസിലാൻഡ് റെൻ്റൽ കാറുകൾക്ക് ഒത്തിരി പോപ്പുലറാണ്. വലിയ വലിയ റെൻ്റൽ കാർ മാർക്കറ്റ്സ് ന്യൂസിലാൻഡിലുണ്ട്. അപ്പോൾ ഈ റെൻ്റൽ കാർ കമ്പനികളെല്ലാം അവരുടെ കസ്റ്റമേഴ്സ് ഉപയോഗിച്ച റെൻ്റൽ കാറ് തിരിച്ച് അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്ന ഒരു വെബ്സൈറ്റാണിത്. കാർ റീലൊക്കേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് ഒരു റെൻ്റൽ കാർ എടുത്തിട്ട് അത് ഓക്ലൻഡിൽ കൊണ്ടുവന്ന് എയർപോർട്ടിൽ ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ തിരിച്ചുള്ള ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ കാറ് തിരിച്ച് അവർക്ക് ഓക്ലൻഡിൽ നിന്ന് ക്രൈസ്റ്റ് ചർച്ചിലേക്ക് അവരുടെ യൂണിറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒബ്വിയസ്ലി വലിയ എക്സ്പെൻസ് ആവും. അപ്പോൾ അവർ ഈ കാറ് എങ്ങനെ റീലൊക്കേറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ കാറ് തിരിച്ച് ഈ വെബ്സൈറ്റ് വഴി ഓക്ലൻഡിൽ നിന്നും തിരിച്ച് ക്രൈസ്റ്റ് ചർച്ചിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിൽ നിന്ന് ഏത് ലൊക്കേഷനിലേക്കാണോ വേണ്ടത് അതിലേക്ക് എത്തിക്കുക. അപ്പോൾ ഒരു ഫുൾ ടാങ്ക് പെട്രോൾ, ഇനി നിങ്ങൾക്ക് ഫെറി ക്രോസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫെറി ചാർജ്, ഇതെല്ലാം ഉൾപ്പെടെയാണ് അവർ തരുന്നത്. 4-5 ഡേയ്സിന് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇന്ന് ഇപ്പോൾ ഓക്ലൻഡിൽ നിന്ന് നിങ്ങൾ ആ കാറോ അല്ലെങ്കിൽ മോട്ടോർ ഹോമോ എടുത്തിട്ട് 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫ്രീ ഡേയ്സുള്ള 5 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് തിരിച്ച് ക്രൈസ്റ്റ് ചർച്ചിൽ എത്തിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് ചില ഓപ്ഷൻസിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡേയ്സ് ആഡ് ചെയ്യണമെങ്കിൽ അതും പറ്റും. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യുക. ഞാനൊരു 4-5 പ്രാവശ്യം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിൽ ഞാൻ 4-5 പ്രാവശ്യം തീർച്ചയായിട്ടും ഉപയോഗിച്ച് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയൊരു സൈറ്റാണ്. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി വീഡിയോ ചെയ്യുമ്പോൾ പലർക്കും ഇത് ഇൻഫോർമേറ്റീവ് ആവട്ടെ എന്ന് കരുതി വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വെബ്സൈറ്റിലൊക്കെ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി മനസ്സിൽ വരുന്നൊരു ചോദ്യം ഉണ്ടാവും, ഇതിന് ന്യൂസിലാൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാണോ ഇത് പറ്റുള്ളൂ എന്ന്.
തീർച്ചയായിട്ടും അല്ല. നമ്മളതിൻ്റെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തു. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ന്യൂസിലാൻഡിൽ വാലിഡ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ലൈസൻസ് ഉള്ള ഒരാൾക്ക്, വിച്ച് മീൻസ് ഇന്ത്യൻ ലൈസൻസ് ഉള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അവർക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ 18 ഇയേഴ്സിന് മുകളിലായാൽ മാത്രം മതി. നിങ്ങൾ സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഏത് വിസയിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ ജീവിക്കുന്ന ആൾക്കാരോ വിസിറ്റേഴ്സോ ആരായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ആ വെബ്സൈറ്റിൻ്റെ നിങ്ങൾ transferguard.co.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് എടുത്തിട്ട് അതിൻ്റെ എബൌട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണ് സിസ്റ്റം. ഇത് തട്ടിപ്പൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ന്യൂസിലാൻഡ്, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ന്യൂസിലാൻഡ് റെൻ്റൽ കാർ ഇൻഡസ്ട്രിയെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയാണ്. കാരണം അവർക്ക് ഏറ്റവും ചീപ്പറായിട്ടുള്ളൊരു ഓപ്ഷനാണ് നിങ്ങൾ ആ കാറ് ഇപ്പോൾ ഏത് ഡെസ്റ്റിനേഷനിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾ അവർ പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുകൊടുക്കുക. അപ്പോൾ 1-2 കാര്യങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി, അത് ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. ആദ്യത്തെ കാര്യം വേറൊന്നുമല്ല, നിങ്ങൾ ഈ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ആ ഡേറ്റിനൊരു 3-4 ആഴ്ചയൊക്കെ തുടങ്ങി മുമ്പേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഒരുപാട് മുൻകൂട്ടി നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ അടുത്ത മാസം ടൂർ പോകാനിരിക്കുകയാണെന്നെങ്കിൽ ഒരു 3 വീക്സ് 4 വീക്സ് ഒക്കെ തുടങ്ങി മുന്നോട്ടുള്ള ഡേറ്റുകളിലേക്കേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് പുറകോട്ട് നിങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിത് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ ഡെയിലി ഇൻഷുറൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസത്തേക്കാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു ദിവസത്തേക്ക് ഒരു $15-20 തുടങ്ങി ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സസ് കുറവായിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് വല്ലതും പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അടയ്ക്കേണ്ട എക്സസ് കുറവായിരിക്കും. ഇപ്പോൾ ഈ ഇൻഷുറൻസ് എടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് ആ ഒരു റിപ്പയർ കോസ്റ്റ് മൊത്തം കൊടുക്കേണ്ടി വരും. ഈവൻ നിങ്ങൾ ആ ഒരു $20 കൊടുത്ത് പെർ ഡേ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി തട്ടും മുട്ടുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് $500 $750 ഒക്കെ ആയിരിക്കും ഇതിൻ്റെ എക്സസ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഇൻഷുറൻസ് അടക്കം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, അതായത് നിങ്ങൾ ഈ കാർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്യാമ്പർവാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഒരു സൈഡിലേക്കാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്. ഇപ്പോൾ സേ ഫോർ ഇൻസ്റ്റൻസ് നിങ്ങൾ ഇവിടെ നിന്ന് ക്യൂൻസ്റ്റോൺ പോവുകയാണ്, അതായത് ഓക്ലൻഡിൽ നിന്ന് ക്യൂൻസ്റ്റോൺ പോവുകയാണ്. തിരിച്ച് ക്യൂൻസ്റ്റോണിൽ നിന്ന് ഓക്ലൻഡ് വരാനായിട്ട് നിങ്ങൾക്ക് തിരിച്ചും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഒരു 3 to 4 വീക്സ് അല്ലെങ്കിൽ 2 വീക്സ് ഒക്കെ മുമ്പ് ബുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ഫ്ലൈറ്റോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് വൺ സൈഡിലേക്ക് ഉപയോഗിച്ചിട്ട് തിരിച്ചും ഇങ്ങോട്ടും അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ നന്ദി. അപ്പോൾ ഇതുപോലുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ദയവായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി വലിയൊരു നന്ദി. അപ്പോൾ ദിസ് ഈസ് ജെറിൻ സൈനിങ് ഓഫ്. താങ്ക് യു.